നമസ്തേ. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുടെയും ഭാരവാഹികളുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് (ഇ ഡി) നടത്തിയ റെയ്ഡുകൾക്ക് പിന്നാലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇ.ഡിയെ കാട്ടി ഭയപ്പെടുത്തിയാൽ പേടിച്ചോടുന്ന ആളുകളല്ല തങ്ങളെന്നും തല പോയാലും ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം പുരോഗമിക്കവേ തന്റെ അടുത്ത സുഹൃത്തുക്കളുടെയും CPM DYFI നേതാക്കളുടെയും കേന്ദ്രങ്ങളിൽ ഇ.ഡി സംഘം നടത്തിയ മിന്നൽ പരിശോധനകളോട് പ്രതികരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. അതിന് തല പോയാലും BJPക്കെതിരെ പോരാടും എന്നൊക്കെ പറയാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടയാ, അതുകൊണ്ടായിരിക്കും പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇ.ഡി സംഘം നടത്തിയ മിന്നൽ പരിശോധനകൾ ഈ റെയ്ഡിൽ അനധികൃതമായ ഒന്നും കണ്ടെത്താൻ ഇ.ഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ്. മാത്രമല്ല വസ്തുതകൾ മറച്ചുവെച്ചല്ല വീണ കമ്പനി തുടങ്ങിയതെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വതന്ത്ര വ്യക്തിയായ വീണ ബിസിനസ് ചെയ്യുന്നതിൽ ഭരണഘടനാപരമായ തെറ്റൊന്നുമില്ലെന്നും മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. ഭരണസ്വാധീനം ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നതാണ് തെറ്റെന്നും അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരുപാട് അസംബന്ധ പ്രചാരണങ്ങളാണ് വിഷയം ഉന്നയിച്ച് നടക്കുന്നത്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി താനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കോളേജ് കാലം മുതലുള്ള തന്റെ സുഹൃത്തുക്കളെയാണ് അന്വേഷണ സംഘം രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്തത്. മാന്യമായി ബിസിനസ് ചെയ്യുന്നവരെ സംശയത്തിന്റെ നിഴലിൽ നിലനിർത്താൻ പുകമറ സൃഷ്ടിക്കുകയാണ്. രാഷ്ട്രീയത്തിലും ബിസിനസ്സിലുമുള്ള ഒരുപാട് ആളുകളുമായി സൗഹൃദവുമുണ്ട്. വീടുകളിൽ ഇ.ഡി കയറിയിറങ്ങിയെന്ന് കരുതി ആ സൗഹൃദങ്ങൾ അവസാനിക്കില്ലെന്നും ജീവിതകാലം മുഴുവൻ അത് തുടരുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJPയെയും കേന്ദ്ര ഏജൻസികളെയും ഭയന്ന് കോൺഗ്രസിൽ നിന്ന് ചില MLA-മാർ BJPയിലേക്ക് പോയിട്ടുണ്ടാകാം. എന്നാൽ ഏത് അന്വേഷണത്തെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയോ മകളോ ആയതിന്റെ പേരിൽ ബിസിനസ് ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല. ഭർത്താവ് എന്ന നിലയിൽ വീണയോട് വെറുതെ ഇരിക്കരുതെന്നും ബിസിനസ് ചെയ്യണമെന്നുമാണ് തനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, മറ്റാരുടെയും സ്വാധീനമില്ലാതെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള ശേഷിയും കഴിവും വീണയ്ക്കുണ്ടെന്നും അതിനെല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ, DYFI നേതാവ് നന്ദുലാൽ, റിയാസിന്റെ സഹപാഠികളും ബിസിനസ് പങ്കാളികളുമായ PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, വാരിഷ് കളത്തിങ്കൽ, പ്രവാസി ഫൈജാസ് എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇ.ഡി റെയ്ഡ് നടന്നത്. സംസ്ഥാന പോലീസിന്റെ സഹായമില്ലാതെ കേന്ദ്ര സേനയുടെ സുരക്ഷയിലാണ് ഇ.ഡി സംഘം എത്തിയത്. നേരത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന ഡയറിയിലെ വിവരങ്ങളുടെയും വീണ നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഇ.ഡി അന്വേഷണം കോഴിക്കോട്ടേക്ക് വ്യാപിപ്പിച്ചത്. എക്സാലോജിക് അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറിയത് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണെന്നും ഇവർ റിയാസിന്റെ സുഹൃത്തുക്കളാണെന്നും വീണ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തുടർച്ചയായിട്ടായിരുന്നു കോഴിക്കോട്ടെ ഇന്നലെ നടന്ന അപ്രതീക്ഷിത പരിശോധനകൾ. ഇന്നലെയാണ് CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ്ടും പരിശോധന ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നത്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലായിരുന്നു ഇ.ഡി പരിശോധന ശക്തമായിട്ട് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് ഇത് 2ാം ഘട്ട പരിശോധനയാണ്. അന്വേഷണം കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് പുതിയ പരിശോധനകൾ നടക്കുന്നത്. പ്രധാനമായും കേസിലെ സാമ്പത്തിക ഇടപാടുകളുടെയും പണത്തിന്റെ ഉറവിടത്തിന്റെയും അതിന്റെ അന്തിമ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇ.ഡിയുടെ ലക്ഷ്യമെന്നാണ് സൂചന. കേസിൽ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് പരിശോധനകൾ നടക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി നേരത്തെ തന്നെ പ്രാഥമിക പരിശോധനകൾ നടത്തിയിരുന്നു. ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിരുന്നു ആദ്യഘട്ട പരിശോധന. തുടർന്ന് കോടതിയുടെ അനുമതിയോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് ഇ.ഡി കടന്നു. ഇതിനു പിന്നാലെ കേസിലെ പ്രധാന വ്യക്തികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും ചോദ്യം ചെയ്യലുകൾ നടന്നു. എക്സാലോജിക് CMRL നൽകിയതായി പറയുന്ന സേവനങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അതിന് ലഭിച്ച പണം എങ്ങനെ വിനിയോഗിച്ചു? ആ പണം പിന്നീട് എവിടേക്കാണ് പോയത്? തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണത്തിൽ പ്രധാനമായും പരിശോധിച്ചത്. എക്സാലോജിക് ഡയറക്ടർ വീണ വിജയനെ 2 തവണ ഇ.ഡി ചോദ്യം ചെയ്തിരുന്നു. CMRL നിന്ന് എക്സാലോജിയിലേക്ക് എത്തിയ പണത്തിന്റെ സ്വഭാവവും അതിന്റെ തുടർ ഇടപാടുകളുമാണ് ചോദ്യം ചെയ്യലിൽ പ്രധാനമായും പരിശോധിച്ചതെന്നാണ് വിവരം. ഇ.ഡിയുടെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുന്ന ആരോപണം ഏകദേശം 2.78 കോടി രൂപയുടെ ഇടപാടാണ്. യാതൊരു സേവനവും നൽകാതെ CMRL നിന്ന് എക്സാലോജിക് ഈ തുക കൈപ്പറ്റിയെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ.
ഈ പണം എങ്ങനെയാണ് എക്സാലോജിക്കിലേക്ക് എത്തിയത് എന്നതിലുപരി തുക പിന്നീട് എവിടേക്കാണ് പോയത്, മറ്റേതെങ്കിലും വ്യക്തികളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ കൈമാറിയോ, ഇടപാടിന് പിന്നിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടോ എന്നതും അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഇ ഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിനാൽ തന്നെ നിലവിലെ പരിശോധനകൾ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർണായക നീക്കമായി മാറുമോ എന്നതാണ് സംശയം. കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നടത്തിയ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണത്തിന് നിർണായകമായിട്ടുണ്ട്. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പമുള്ള രേഖകളുടെ വിശദമായ പരിശോധന ഇ ഡി ആരംഭിച്ചിരിക്കുന്നു. SFIO റിപ്പോർട്ടിന്റെ 134 അനുബന്ധ രേഖകൾ ഇ ഡിക്ക് ലഭിച്ചതായാണ് വിവരം. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, കമ്പനികൾ തമ്മിലുള്ള ബന്ധം, പണമിടപാടുകളുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഈ രേഖകൾ അന്വേഷണ ഏജൻസിക്ക് പ്രധാന തെളിവുകളായി മാറിയേക്കാം. SFIO അന്വേഷണത്തിന്റെ ഭാഗമായി CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 6 പേരെ ഇ ഡി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവരും ചോദ്യം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിലവിലെ പരിശോധനകൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഇ ഡി അന്വേഷണം ഇനി സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിലേക്ക് നീങ്ങുകയാണോ? കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ സാമ്പത്തിക ഇടപാടുകളുടെ പാത കണ്ടെത്തിയതിനു ശേഷം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചതായി സംശയിക്കുന്ന സ്വത്തുക്കൾ കണ്ടെത്തുകയും അവ താൽക്കാലികമായി അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നത് അന്വേഷണത്തിന്റെ പ്രധാന ഘട്ടമാണ്. അതിനാൽ ഇപ്പോഴത്തെ പരിശോധനകളിൽ ശേഖരിക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും കേസിന്റെ തുടർ നടപടികളിൽ നിർണായകമായേക്കാം. മാസപ്പടി കേസിൽ അന്വേഷണം ഇപ്പോൾ പണം എവിടെ നിന്നെത്തി എന്ന ചോദ്യത്തിൽ നിന്ന് പണം എവിടേക്ക് പോയി എന്ന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നതാണ് നിലവിലെ സംഭവവികാസങ്ങളുടെ പ്രധാന പ്രത്യേകത. CMRL എക്സാലോജിക് ഇടപാടിലെ 2.78 കോടി രൂപ അതിന്റെ നിയമ സാധുത നൽകിയതായി പറയുന്ന സേവനങ്ങളുടെ യാഥാർത്ഥ്യം, പണത്തിന്റെ തുടർ സഞ്ചാരം എന്നിവയാണ് അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു. SFIO റിപ്പോർട്ടിലെ 134 അനുബന്ധ രേഖകൾ കൂടി ഇ ഡിയുടെ പരിശോധനയ്ക്ക് എത്തിയ സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയ്ക്കാണ് ഇനി സാധ്യത. ഇപ്പോഴത്തെ 8 കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് പിന്നാലെ പുതിയ ചോദ്യം ചെയ്യലുകളോ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടലോ സ്വത്ത് അറ്റാച്ച്മെന്റ് നടപടികളോ ഉണ്ടാകുമോ എന്നതാണ് ഇനി യാഥാർത്ഥ്യം, ഇനി നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഒക്കെ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്ത് തല പോയാലും BJPയുടെ അല്ലെങ്കിൽ ഇ ഡിയെ ഭയക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് പറയുന്നുണ്ട്. കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരെ മൊഴിയെടുക്കുമ്പോൾ ഇവരിൽ കിട്ടുന്ന മൊഴി, അതുപോലെ തന്നെ പിണറായി വിജയൻ, അതുപോലെ വീടുകൾ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടുന്ന തെളിവുകൾ എല്ലാം, രേഖകൾ, ബാങ്ക് രേഖകൾ, അങ്ങനെ എല്ലാ രേഖകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇ ഡി ഈ ഒരു കേസിൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു കേസിൽ ഇനി വരാൻ പോകുന്ന എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ വളരെ പിടിച്ചുകുലുക്കിയ ഒരു കേസാണ് മാസപ്പടി CMRL എക്സാലോജിക് മാസപ്പടി കേസ്. ഈ ഒരു കേസിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ വീണ വിജയനും പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒക്കെ കുരുക്കിലാകുമോ, ഇനി എന്താണ് ഭാവി കാര്യങ്ങളൊക്കെ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു വിഷയത്തിൽ എന്തായാലും പിണറായി വിജയൻ്റെ മകൾ എന്നതിലുപരി പിണറായി വിജയൻ്റെ മകളാണ്, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ഒരു വിശദീകരണം കേട്ടല്ലോ. ഇനി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.